ക്ലബ്ബ് ഉദ്ഘാടനം നിർവഹിക്കാനായി സുപ്രസിദ്ധ ചലച്ചിത്ര താരം ശ്രീ ജഗദീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഈ സ്നേഹത്തിനും സ്വീകരണത്തിനും നന്ദി. ഔപചാരികമായ ഒരു പ്രസംഗത്തിന് പകരം നമുക്കിന്നൊരു ചോദ്യോത്തര വേളയാകാം. എന്താ? ആർക്കും എന്തും എന്നോട് ചോദിക്കാം. അധ്യാപകൻ എന്നറിയപ്പെടാനോ സിനിമ നടൻ എന്നറിയപ്പെടാനാണോ കൂടുതൽ ഇഷ്ടം? അത് ഒരു അധ്യാപക നടൻ എന്നറിയപ്പെടുന്നതാണ് ഏറ്റവും ഇഷ്ടം. സാറിന് ഒരു നായക നടനാകാനുള്ള സൗന്ദര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതിന് മറുപടിയായിട്ട് അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം ഞാൻ പറയാം. കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു വനിതാ കോളേജിൽ ഇതുപോലെ ഒരു ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു. അതീവ സുന്ദരികളായിരുന്നു കോളേജ് യൂണിയൻ ഭാരവാഹികൾ. അവരുടെ ഇഷ്ടതാരങ്ങൾ ആരാണെന്ന് ചോദിച്ചറിയാൻ എനിക്കൊരു ചെറിയ താല്പര്യം തോന്നി. ചെയർമാൻ പറഞ്ഞു, എനിക്കിഷ്ടം മമ്മൂട്ടിയാണ്. എന്താ കാരണം ഞാൻ ചോദിച്ചു. നല്ല പേഴ്സണാലിറ്റിയാണ്, നല്ല ശബ്ദമാണ്, നല്ല ആക്ടിംഗ് ആണ്. ജനറൽ സെക്രട്ടറി പറഞ്ഞു, എനിക്കിഷ്ടം മോഹൻലാലിനെയാണ്. എന്തുകൊണ്ടാ ഞാൻ ചോദിച്ചു. ആ ചരിഞ്ഞുള്ള നടത്തയും ആ അപ്പിയറൻസും ഒക്കെ എന്ത് രസാ, വെരി നാച്ചുറൽ ആക്ടിങ്. എന്റെ പേര് ആരും പറയാത്തതില് എനിക്കൊരു ചെറിയ ചമ്മല് തോന്നി. കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായ ആർട്സ് ക്ലബ് സെക്രട്ടറിയോടായിരുന്നു അടുത്ത ഊഴം. ആ കുട്ടി പറഞ്ഞു, എനിക്ക് ജഗദീഷിനെ ഇഷ്ടം. അയ്യോ, സത്യമായിട്ടും പറഞ്ഞതാ. എനിക്ക് ആകെ കുളിര് കോരിയിട്ട ഒരു ഫീലിംഗ് ഉണ്ടായി. ഞാൻ ചോദിച്ചു, എന്നെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? ആ കുട്ടി പറഞ്ഞു, അത് എനിക്ക് സൗന്ദര്യം ഇല്ലാത്തവരെയാ ഇഷ്ടം. ജഗദീഷ് സാർ ഒരു പാട്ട് പാടണം. അല്ല, അത് വേണോ? ശരി ശരി, പാടാം. ശ്രീ സന്നൻ നായർ സംഗീതം നൽകി ഞാൻ തന്നെ പാടിയ ഒരു പ്രൈവറ്റ് ആൽബം സോങ്. കുച്ചുപ്പൊടി കുച്ചുപ്പൊടി ആടി വരും മീനാക്ഷി, കൊച്ചു 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 മുത്തം താ പാർവതി. ഒരു കൊച്ചു മുത്തം നീ തന്നാൽ പകരം നൽകാം ഞാൻ, കൈ നിറയെ 5 സ്റ്റാർ. കുച്ചുപ്പൊടി കുച്ചുപ്പൊടി ആടി വരും മീനാക്ഷി. സഞ്ചിയുമായി സ്കൂളിലോ കിന്നാരം ചൊല്ലി ചൊല്ലി നീ നടന്നു. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും റിവിഷനും പതിവോ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും റിവിഷനും പതിവോ. Come on everybody. കുച്ചുപ്പൊടി കുച്ചുപ്പൊടി ആടി വരും മീനാക്ഷി, കൊച്ചു 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 മുത്തം താ പാർവതി. കുച്ചുപ്പൊടി കുച്ചുപ്പൊടി ആടി വരും മീനാക്ഷി, കൊച്ചു 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 മുത്തം താ പാർവതി. ഒരു കൊച്ചു മുത്തം നീ തന്നാൽ പകരം നൽകാം ഞാൻ, കൈ നിറയെ. പോരാ പറഞ്ഞു.
കൂടെ പഠിച്ച ഒരു തന്റെ പള്ളക്ക് പിച്ചാത്തി കയറിയിട്ട് മോങ്ങുന്നടാ. സാർ സാർ ആ പള്ളിയിലച്ഛനും പറയതും വരുന്നുണ്ട്. നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിനാണ്. നീ ഇച്ചിരി താഴ്ന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല. വെറുതെ ഒച്ചപ്പാടൊന്നും പോരാട്ടോ. ചങ്ങനാശ്ശേരിയുടെ വീരസാഹസിക കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ ഒരു പ്രതിനായകൻ. എവിടെ ഒന്ന് കാണട്ടെ. സാർ ജോയിച്ച് നല്ല കുട്ടിയാ. അവനായിരിക്കില്ല ഇത് ചെയ്തത്. ദയവായി അവനെ വിട്ടയക്കണം. ആദ്യം ഇവനോട് ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. അച്ഛന്റെ സുവിശേഷം ഞാൻ പിന്നെ കേൾക്കാം. നീ എന്താന്ന് പറഞ്ഞത്? പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും പോസ്റ്റ് ഓഫീസിൽ ചെന്നാലും നീ നിന്റെ തലേക്കോണം അഴിക്കുകയല്ലെന്ന്. അഴിക്കണം തലേക്കത്ത്. എന്റെ ജോയിച്ചിനെ ഞങ്ങൾക്ക് വിട്ടു തരണം. ഇതൊരു അപേക്ഷയാണ് സാർ. ഓഹോ, നിനക്ക് അപേക്ഷിക്കാനും അറിയോ? ആ കപ്പക്കാരിയുടെ മകനെ കൊന്നുകളയാൻ ചട്ടം കെട്ടിയത് നീയല്ലേടാ? അച്ഛനായോണ്ട് ധൂപ കുറ്റിയെടുക്കാൻ മാത്രമേ വശമുള്ളൂ എന്ന് ധരിക്കരുത്. ഈ രണ്ട് കുപ്പായങ്ങളങ്ങ് അഴിച്ചു വെച്ചാൽ നമ്മൾ രണ്ടും തുല്യരാ. സെമിനാരി പഠിച്ച കാലത്തും സമ്മാശനായിട്ട് നടക്കുമ്പോഴും ധൂപക്കുറ്റി മാത്രമല്ല ഞാൻ തൂക്കിയിട്ടുള്ളത്, കഴിവേറികളെയും തൂക്കിയിട്ടുണ്ട്. തന്നെ ഇപ്പൊ ഒരു തൂക്കിയുണ്ടല്ലോ, എന്നോട് ഒരുത്തനും ചോദിക്കല. അച്ഛോ, ഇത് അൾത്താരയല്ല, പോലീസ് പെരയാ. വിശുദ്ധ വചനങ്ങളൊന്നും തൽക്കാലം ഇവിടെ വേണ്ട. പോലീസിനെ അച്ഛന് നല്ലോണം അറിയത്തില്ല. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പോലീസ്? P for politeness, അതായത് മര്യാദ. O for obedience, അനുസരണ. L for loyalty, ആത്മാർത്ഥത. I for intelligence, ബുദ്ധി. C for courage, ധൈര്യം. E for efficiency, കാര്യക്ഷമത. ഒരു പോലീസുകാരന് വേണ്ട മിനിമം യോഗ്യതകളാണ് ഇതൊക്കെ. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ തനിക്കുണ്ടെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുമോ? ഇല്ല. തനിക്കുള്ളത് കൂലിത്തല്ലുകാരന്റെ കൂട്ടിക്കൊടുപ്പുകാരന്റെ യോഗ്യതകളാണ്. അത് വെച്ച് ഫാദർ കൊച്ചുതാരത്തിനോട് പെരുമാറിയാലുണ്ടല്ലോ, ഈ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലത്ത് കുരിശുപള്ളി പണിയേണ്ടി വരും. എന്നാടാ കേട്ടെ? ഈ കെട്ടിനി ഒരു കൊട്ടാരത്തിൽ വലിച്ചു പോരുത്. ഇയാളെ പോലുള്ളവരെ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതെന്താണെന്ന് തനിക്കറിയാവോ? ജുഡീഷ്യൽ ആക്ടിവിസം. ആ മാർഗത്തിലൂടെ തന്നെ കൊണ്ട് ഞങ്ങൾ ഇച്ഛ എഴുതിക്കും. ഞങ്ങളെ ചെറുക്കനെ ഇറക്കിക്കൊണ്ട് പോകും. വരട്ടെ സർക്കിളെ. വാടാ. നിങ്ങൾ എന്തിനാ അവന്റെ കാല് തൊട്ട് വന്നിക്കാൻ പോയത്? മർഡർ പ്രതിയാക്കിയെന്ന് വെച്ച് ജോയിച്ചിന്റെ പേരിൽ കേസ് തെളിയിക്കാനൊന്നും അവനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഡീജനറേറ്റ് ചെയ്യാൻ ഇതുപോലെ കുറെ കാക്കിപ്പണ്ടാരങ്ങൾ. വക്കീലെ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്റെ ചെറുക്കൻ സമൂച്ചാലേ ഞാൻ പിന്നെ ഇടമലം നോക്കുകയല്ല. നീ ഒന്ന് സമാധാനിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാം. ആ അച്ഛാ, ചീഫ് മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസിലുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. വോട്ട് ചെയ്യുക, നികുതി കൊടുക്കുക. യെസ്. എടോ നമസ്കാരം സഖാവേ. ഈ ജനങ്ങളെന്ന് പറയുന്ന ഓനൊക്കെ എന്താടോ ഒരു ജോലി? താനിങ്ങനെ ഫോണിലൂടെ ഏമ്പക്കം വിട്ടോണ്ടിരിക്കാതെ കുറച്ച് ഉരുവ വാരി 1000 രൂപ ചായ. ലാൽ സലാം. അച്ഛനിരിക്കും. പഹയാ, താനിങ്ങനെ കേസും കോടതിയൊക്കെയായിട്ട് നടന്നോ? അന്നെ പിടിച്ച് കോട്ടയത്ത് തീർത്തി ജയിപ്പിച്ച് ഡൽഹിക്ക് പറഞ്ഞയക്കാനാ പാർട്ടി തീരുമാനം. സഖാവേ, ഇത് ഫാദർ കൊച്ചുതാഴത്ത്. നമസ്കാരം. ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിനെ കാണാൻ വന്നത്. അത്യാവശ്യ കാര്യത്തിനല്ലാതെ അനാവശ്യ കാര്യത്തിന് ആരെങ്കിലും മുഖ്യമന്ത്രിയെ കാണാൻ വരുള്ളൂ? താൻ പറ. സഖാവേ, ഇന്ന് ബ്രിട്ടീഷ് കോളേജിൽ നടന്ന കൊലപാതക കേസിൽ പിടിക്കപ്പെട്ട പ്രതിയുടെ ജ്യേഷ്ഠനാണിത്. ഓ അതോ, രാഷ്ട്രീയം പഠിച്ചു വളരണേ. ഇങ്ങനെ ചില കുത്തും കൊലപാതകമൊക്കെ ഉണ്ടാവണോടോ.
ഇതൊക്കെയല്ലേ ബാലപാഠം. ഏത് പാർട്ടിക്കാരനാ ചെക്കൻ? അവര് ഓനെ രക്ഷിച്ചോളും. ആ സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായതും ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായതും ഏത് കോളേജിൽ രാഷ്ട്രീയം പഠിച്ചിട്ടാ? ആ, ഓൻ കൊള്ളാലോടോ. വായടപ്പിക്കുന്ന ചോദ്യമാണല്ലോ. പ്രതിപക്ഷത്തിരുത്തിയ അവന്മാരുടെ പണി പോവും. മനസ്സിൽ കള്ളമില്ലാത്തവനാ. എവിടെ എന്ത് പറയണമെന്ന് ഒരു നോട്ടവും ഇല്ല. സാറിനൊന്നും തോന്നരുത്. സഖാവേ, ഇവന്റെ അനിയൻ നിരപരാധിയാണ്. മനഃപൂർവ്വം കേസിൽ കുടുക്കിയിരിക്കുന്നതാണ്. അവനെ രക്ഷിക്കണം. ഓനിപ്പോ എവിടെയുണ്ട്? സ്റ്റേഷനില പൗണ്ടറിങ് നടക്കുന്നുണ്ട്. ഓനെ ഇമ്മീഡിയറ്റ് ആയിട്ട് കോർട്ടിൽ ഹാജരാക്കാൻ നമ്മളിപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞോളാം. നിങ്ങൾ ജാമ്യത്തിന് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തോളൂ. എന്താ പോരെ? അത് പോരെ സഖാവേ, ആ, ഈ കേസിന് ഒരു തുമ്പുണ്ടാകണം. സഖാവ് ഇതിൽ താല്പര്യം എടുത്തേ പറ്റൂ. പ്ലീസ് ഹാൻഡ് ഓവർ ദിസ് കേസ് ടു ക്രൈം ബ്രാഞ്ച്. കേസ് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന കാര്യമാണോ താൻ പറയുന്നത്? അതെ. പക്ഷെ റീഇൻവെസ്റ്റിഗേഷൻ ഒരു കാരണം ഫയലിൽ കാണണം. ആരുടെയെങ്കിലും ഒരു പരാതി കടലാസ്. ദാറ്റ് ഇൻഫർമേഷൻ മസ്റ്റ് ബി ദി ഫൗണ്ടേഷൻ ഓഫ് ദി പ്രപ്പോസ്ഡ് റീഇൻവെസ്റ്റിഗേഷൻ. അത് ഇന്ന് തന്നെ ഞാൻ മുകളിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തോളാം. ആ, അയ്യേ, എന്താ അമ്മച്ചി ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ, കുറുപ്പ് സാർ അവനെ ഇറക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. അമ്മച്ചിങ്ങനെ നിലവിളിച്ചോണ്ട് എടുത്താൽ ഞാൻ ഇറങ്ങി എന്റെ പാട്ടിന് പോകും. ആ, എന്റെ മോനെ എന്നൊക്കെ ശോഭകട ചെയ്തു ആ ദുഷ്ടന്മാരെ. പിന്നെ മോങ്ങാൻ തുടങ്ങി. അമ്മച്ചിക്ക് ഇതേ ഉള്ളോ പണി? കുഞ്ഞമ്മടത്തി അവന് വിശക്കുന്നുണ്ടാവും. അകത്തോട്ട് വിളിച്ചോണ്ട് വയറ് നിറച്ചു വല്ലതും കൊടുത്താട്ടെ. ആ, പോ, പോ, വാ. അവനെ തൊട്ട പോലീസുകാരനിട്ട് എനിക്കൊന്ന് പെരുക്കണമെന്നുണ്ടായിരുന്നു. താൻ പെരുക്കാൻ അങ്ങോട്ട് ചെല്ല്. താൻ അവിടെ സ്റ്റേഷനകത്ത് അലാസ്റ്റിക്കിൽ കിടന്ന് കിടന്നാടും. അവരെടിക്കേണ്ട പൗർന്നറിയാമോ? ഞാൻ കുറെ കൊടുത്തിട്ടുള്ള അല്ല കൊണ്ടിട്ടുള്ള ഫോർ എക്സാമ്പിൾ കാണണോ? പോലീസിനെ നീ കളിയൊക്കെ ആക്രാന്തം കാട്ടണ്ട. സോഡ വാങ്ങിച്ചേരാം. മാറി നിൽക്ക്. എങ്ങോട്ടാടോ ഈ മരണപ്പാച്ചില്? അവൻ ഊരി കുഞ്ചറിയാച്ചാ. ജാമ്യോ കിട്ടി. കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചും വരുന്നു. ഉള്ളതാണോടോ? ആ, നേര് തന്നെ. സെഷൻസിൽ നിന്ന് അവന്മാർക്ക് മുഖം കൊടുക്കാതെ ഞാൻ നേരെ വിട്ടു പോരുമായിരുന്നു. നെല്ലടയ്ക്ക അവൻ രക്ഷപ്പെട്ടത്. കസ്റ്റഡി വിട്ടുകിട്ടാൻ ഞാനും പിയും 18 അടവും പയറ്റിയതാ. നോൺ ബെയിലബിൾ ആർഗ്യുമെന്റ്സ് ഒന്നും സ്റ്റാൻഡ് ചെയ്തില്ലെന്നേ. ചത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കാതെ മുമ്പോട്ടുള്ള കാര്യം ചിന്തിക്കും സാറേ. എടോ, എന്തേലും മാൽ പ്രാക്ടീസ് നടത്തി അവന്റെ പെടലിക്ക് എന്നെ വെച്ച് കെട്ടാൻ സർക്കിളേമാന്റെ തലമണ്ടയിൽ വല്ല ബുദ്ധിയുണ്ടോ? പ്രതി അകത്തും നമ്മള് പുറത്തും, അത്രയല്ലേ വേണ്ടൂ. അത് നടക്കും. ഇനിയിപ്പോ ഒരു പുത്തൻ പ്രതിയെ നിങ്ങളായിട്ടുണ്ടാക്കാനൊന്നും മെനക്കെടണ്ട. അവൻ തന്നെ ഈ പാതകം ചെയ്തത്. തെളിവുകളെല്ലാം സ്ട്രോങ്ങാ. നിങ്ങൾ തന്നെയല്ലേ അവനെ എളിയിൽ എടുത്തുകൊണ്ട് നടന്നത്. എന്നിട്ടിപ്പോ എന്തായി? ആകെയുള്ള ഒരു ആന്തരികയുടെ പണ്ടത്തി കത്തികേറ്റിയല്ലേ അവൻ നന്ദി കാണിച്ചത്. അവനും അവന്റെ ചേട്ടനുമൊക്കെ ദിവസവും ചോര കണ്ടാലേ ഉറക്കം വരൂ. അതായി പോയി പ്രകൃതം. മനുഷ്യനെ മൃഗത്തെയും കണ്ട തിരിച്ചറിയാൻ വയ്യാത്ത വർഗങ്ങൾ. പക്ഷേ ചെന്നേക്കാടന്മാർക്ക് മനസാക്ഷിയുണ്ട്. അതുകൊണ്ടാണല്ലോ അവരെന്റെ കയ്യിൽ ഇത്രയും വലിയ തുക തന്നയച്ചത്. കരയുന്ന മനുഷ്യന്റെ കണ്ണീരൊപ്പാനുള്ള ആ ഒരു സന്മനസ് അയ്യോ ഈ നാട്ടിൽ വേറെ ആർക്കും ഇല്ലേ. ഇത് 25,000 രൂപയുണ്ട്. അവരുടെ വക ഒരു സഹായം. ഇനി എന്തേലും ബുദ്ധിമുട്ടുണ്ടായാലും ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവരോടിയെത്തും. പിന്നെ
കേസ് അങ്ങ് മേലോട്ട് കേറി അന്വേഷണം ക്രൈംബ്രാഞ്ചിലാണെന്ന് അറിയാമല്ലോ. അവര് വരുമ്പോ നിങ്ങൾ 3 ആളുടെ മൊഴിയിലാ മോന്റെ കൊലപാതകിയുടെ ഭാവി കിടക്കുന്നത്. ഒരൊറ്റ വാചകം, ഞങ്ങളുടെ ചെറുക്കനോടുള്ള വൈരാഗ്യം വെച്ചോണ്ട് അവൻ തട്ടിയതാ. അത് പറഞ്ഞാ പിന്നെ തീർന്നു, അവൻ അഴി എണ്ണിയത് തന്നെ. സാറ് നിന്നാട്ടെ. ഞങ്ങളുടെ കുഞ്ഞിന്റെ ശവത്തിന് വില പേശാൻ വന്നതാണല്ലേ? ഇതങ്ങ് വാങ്ങിച്ചിട്ട് പകരം തന്റെ കുഞ്ഞിന് ജീവൻ കൊടുക്കണോ ആ ചെന്നക്കടമാർക്ക്? കടക്കണ പുറത്ത്. എന്റെ അനിയനെ കഴുമരത്തിലേറ്റാനാ നിന്റെ പുറപ്പാട് അല്ലേ? അതിനു മുമ്പ് നിന്നെ ഞാൻ ചങ്ങനാശ്ശേരിപ്പള്ളിയിൽ അടക്കും. അടക്കുക മാത്രമല്ല, ഒരു നഗര പ്രദക്ഷിണം കൂടി ഞങ്ങൾ നടത്തി. പടി കൊടുത്തടി മേടിച്ചു. നിന്നെ ഞാൻ കുഞ്ചെറിയാച്ച, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. 3ാമതൊരാൾ അറിഞ്ഞാലേ മുതലാളി നാറും. അപ്പോ ചെവിയാ നുള്ളിക്കോളാം. ഒന്നും അറിഞ്ഞില്ലല്ലോ. ബോധം കെട്ടുപോയി. നന്നായി. വീണ്ടും തല കറങ്ങുന്ന പോലെ. വീണ്ടും എന്നെ തങ്ങിക്കോ. ഈ ജോയിച്ചന്റെ വീട്? ജോയിച്ചന്മാരിവിടെ 5-6 കൊച്ചേ. അതിലേത് ജോയിച്ചനാ? മീൻ കച്ചവടമൊക്കെ ഉള്ള? ഓ, കുഞ്ഞമ്മേടത്തിന്റെ മകൻ ജോയിച്ചൻ. ആ ആ ഇറച്ചിക്കട അവന്റെ ചേട്ടന്റെയാ. കൊച്ചങ്ങോട്ടിയല്ലേ? എന്തിനു ചോദിച്ചനെ കാണണേ? ലൈനാണോ? അപ്പൊ ലൈനിലെ അറ്റകുറ്റപ്പണികൾ നടക്കണ്ടല്ലേ? ഒരു പവർ കട്ട് പ്രതീക്ഷിക്കാമോ? നിങ്ങൾ എനിക്ക് വഴി പറഞ്ഞുതരാൻ വന്നതോ അതോ? ആ പൂവിന് കോപം വന്നാലത് മുള്ളായി മാറുമോ തങ്കമണി പൊന്മണി. ജോയിച്ചാ മോനെ, ജോയിച്ചോ? ആ ചെല്ല് ചെല്ല്. പപ്പ ചെയ്ത പാപത്തിന് ഞാൻ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്? അയ്യേ, എന്താ ഇത്? എന്നെ ആരും ഒന്നും ചെയ്തില്ല. ലീനയ്ക്ക് വെറുതെ തോന്നിയതാവും. എനിക്ക് എന്റെ പപ്പയെ നല്ലോണം അറിയാൻ ചോദിച്ച. പല കുടുംബങ്ങളോടും മനസ്സാ പറഞ്ഞൊരു വാക്കുണ്ട്. എനിക്ക് ചോദിച്ചതിനോടും അതേ പറയാനുള്ളൂ. മാപ്പ്. ഞാൻ ജോയിച്ചിനെ രക്ഷിച്ചിരിക്കും, ഏത് കോടതിയിൽ നിന്നും. ഹലോ, ഞാൻ മാത്യു തറകൻ, ഡിവൈഎസ്പി ക്രൈംബ്രാഞ്ച്. ധാരാളം കേട്ടിരിക്കുന്നു. സിസ്റ്റർ അമല കേസിലൂടെ സാറുണ്ടാക്കിയ ഒച്ചപ്പാട് കേരളത്തിൽ ആർക്കും അറിയാൻ പാടില്ലാത്ത. അപ്പോ ഞാനൊരു വിവാദ പുരുഷനാണ് അല്ലേ സർ? സാറായതുകൊണ്ട് ചോദിക്കുക, കേസിൽ എന്തെങ്കിലും പുരോഗതി കാണുന്നുണ്ടോ സാർ? കേസ് ആകെപ്പാടെ ഡീസെൻട്രലൈസ് ചെയ്ത് കിടക്കുകയാണ്. ഒരാളെ പ്രതിയായി കിട്ടിയെന്നല്ലാതെ ലോക്കൽ പോലീസിന്റെ CD ഫയലിലും കേസിനെ കുറിച്ചൊരു ടോട്ടൽ ഡയഗ്രാം ഇല്ല. റൂട്ട്, ടാർഗറ്റ് അങ്ങനെ പലതും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക്
സാറിന്റെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓഫ് കോഴ്സ്, എനി ടൈം. താങ്ക് യു. സാജൻ. അതെ സാർ. ആ, ഇതിനു മുൻപ് ചോദ്യം ചെയ്യാമെന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളെ ഒന്നും നേരിൽ വന്ന് കണ്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഞങ്ങളെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു സാർ. അത് ചോദ്യം ചെയ്യൽ. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാം. സാജൻ, ആ സംഭവം എങ്ങനെയാ കണ്ടത്? ഓഡിറ്റോറിയത്തിൽ ബഹളം നടക്കുകയായിരുന്നു. ഞാൻ ഓടി പ്ലാറ്റ്ഫോമിൽ കയറി. ആ സമയം കൃത്യമായി നിൽക്കുന്ന ജോയിച്ചിനെയാണ് സാർ ഞാൻ കണ്ടത്. സാജൻ, എന്നോട് സത്യമേ പറയാവൂ? സത്യമാണ് സാർ. അപ്പോ ജെയിംസിനെ വകവരുത്തുമെന്ന് ജോയിച്ചൻ ഒരിക്കൽ പറഞ്ഞിരുന്നു അല്ലേ? അതെ, ജെയിംസിനോട് ജോയിച്ചിന് പണ്ടേ വൈരാഗ്യം ഉണ്ടായിരുന്നു സാർ. ഒരവസരത്തിന് വേണ്ടി അവൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അന്നേ ദിവസം ജോയിച്ചന്റെ പാൻസിന്റെ പോക്കറ്റിൽ കടാര ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ് സാർ. ഫയൽ ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ എനിക്ക് ചുവന്ന മഷി കൊണ്ടൊന്ന് പോരേണ്ടി വരുമെന്ന്. സാറിനിപ്പോ സത്യാവസ്ഥ ബോധ്യമായല്ലോ. ഇത്ര വൃത്തിയായിട്ടൊരു FIR-ഉം ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും ഞാൻ എന്റെ സർവീസിൽ ആദ്യമായിട്ടാ പ്രിപ്പയർ ചെയ്തത്. ലോക്കൽ പോലീസുകാരൻ തന്നെ ഈ ക്രൈം ബ്രാഞ്ചും ക്രൈം ഡിറ്റാച്ച്മെന്റും ഒക്കെ ആകുന്നതെന്ന് നമ്മുടെ ജനത്തിന് അറിയില്ലല്ലോ. വെറുതെ സാറിനെ മെനക്കെടുത്താൻ എന്റെ തലയിൽ ആണി തപ്പുകായിരുന്നു മേലാളന്മാര്. ആ പയ്യൻ വളരെ നിർഭാഗ്യവാനാണ്. പ്രതിഭാഗത്തു നിന്ന് ഒരൊറ്റ സാക്ഷിയെ പോലും ഹാജരാക്കാൻ അവന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതി മൊത്തം അവനെതിരാ. എങ്ങനെ എതിരാവാതിരിക്കും സാറേ? കയ്യിലിരിപ്പ് കുറച്ചൊന്നും ആയിരുന്നില്ലല്ലോ. ഇത്തരം കമന്റുകളൊക്കെ ഒഴിവാക്കിക്കൂടെ മിസ്റ്റർ പുറക്കാട്? മാട് പറയതിന്റെ ചങ്കം മത്തങ്ങ ഉടച്ച് കലക്കി കുടിക്കുകയാണെന്ന് വിചാരിച്ചോ? ആദ്യത്തെ ക്ലാസ് താൻ തന്നെ പിടി. ഓപ്പറേഷൻ തന്റെ അല്ലേ? അങ്ങനെ ഒരുത്തന്റെ സൂക്കട് കഴിഞ്ഞു. എന്തൊരു പ്രകടനമായിരുന്നു കുറെ നാളായിട്ട്. ഷാപ്പടപ്പിക്കല്, സത്യാഗ്രഹം, ജാഥ നയിക്കല്, അവന്റെ കലാപരിപാടികളൊക്കെ ഇനി അങ്ങ് സബ്ജയില്ല. സബ് ജയിലിൽ നിന്ന് അവൻ നേരെ കയറി ചെല്ലുന്നത് കഴുമരത്തേലാടൂ. അതിനുള്ള വകുപ്പും വകുപ്പിന്റെ വകുപ്പും ഒക്കെ കുത്തിക്കുറിച്ച് ഫയല് കോർട്ടിലേക്ക് പോകൂ. 3 സ്ഥലമാ. പുറക്കാടൻ സാറ് പറഞ്ഞാ പിന്നെ അതിൽ അപ്പീലില്ലേ? ഹലോ, ജഗദീഷ് സാറല്ലേ? അതെ, ആരാ? ഞാൻ ലീന, ബ്രിട്ടീഷ് കോളേജിൽ സാർ ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് വന്നപ്പോ സാറിനെ ഞാൻ 2-3 ദിവസമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. സാറ് സ്ഥലത്തില്ലായിരുന്നോ? ഞാൻ മദ്രാസിലായിരുന്നു, ഇന്നാ വന്നത്. സാറിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? അത് ഞാൻ നേരിട്ട് പറയാം സാർ. ആർട്സ് ക്ലബ് ഇനാഗുറേഷൻ ദിവസം നടന്ന സംഭവങ്ങളെക്കുറിച്ച് പലർക്കും പല വേർഷനാ. കാര്യങ്ങളുടെ സത്യസ്ഥിതി എനിക്കും സാറിന് മാത്രമേ അറിയൂ. എല്ലാം സാറും നേരിട്ട് കണ്ടതല്ലേ? ജോയിച്ചിനെ പ്രതിയാക്കിയ ഇപ്പൊ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ദൃക്സാക്ഷികൾ എന്ന നിലയിൽ നടന്ന സംഭവങ്ങൾ നേരിട്ട് നമ്മൾ പോലീസിനോട് പറഞ്ഞാൽ ജോയിച്ചൻ രക്ഷപ്പെടും സാർ. നോക്കൂട്ടി, ഇങ്ങനെയുള്ള മർഡർ കേസുകളിലൊക്കെ ഐ വിറ്റ്നസ് ആയി മൊഴി കൊടുത്താൽ പിന്നെ അതിന്റെ പിന്നാലെ നടക്കാനേ സമയം കാണും. സാർ ഒരു അധ്യാപകനും കൂടിയല്ലേ? നിരപരാധിയായി വിദ്യാർത്ഥി ശിക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് സാറിന് യാതൊരു ബോധരക്ഷണമില്ലേ? പേഴ്സണലായിട്ടുണ്ടാകുന്ന അസൗകര്യങ്ങളെ കുറിച്ച് ഓർത്ത് സാറിന്റെ കടമ ചെയ്യാതിരിക്കരുത്. പ്ലീസ് സർ. ലീന പറഞ്ഞത് സത്യമാണ് സർ. ജോയ് നിരപരാധിയാണ്. ജെയിംസിനെ കൊന്നത് ആ ചീര വർഗീസും സംഘമാണ്. ഇത് ഏത് കോടതിയിൽ പറയാനും ഞാൻ തയ്യാറാണ് സർ.
ഐ വിറ്റ്നസ് എന്ന നിലയിൽ സംഭവം നടന്ന ദിവസം തന്നെ ഞാൻ പോലീസിന് മൊഴി തരേണ്ടതായിരുന്നു. ആ ഒരു ലാപ്സ് എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സോറി സർ. എനിവേ യു ഹാവ് ഡൺ എ വെരി ഗുഡ് തിങ് മിസ്റ്റർ ജഗദീഷ്. കേസിന്റെ പുലിവാലികളെ കുറിച്ച് ഓർക്കുമ്പോൾ സാക്ഷികൾ സംഭവം കണ്ടില്ല എന്ന് നടിക്കുന്ന ഈ കാലത്ത് നിങ്ങളുടെ ഈ ബോൾഡ് അറ്റംപ്റ്റ് ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു സർ. പിന്നെ സാർ എനിക്ക് തന്ന ഈ ക്രെഡിറ്റിന്റെ പകുതി ലീനയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഒരു സിറ്റിസന്റെ ചുമതലകളെ കുറിച്ച് ഒരു അധ്യാപകൻ കൂടിയായ എന്നെ കൂടുതൽ അവെയർ ആക്കിയത് ഈ വിദ്യാർത്ഥിനിയാണ്. ഓ ഐ സി. എനിവേ നിങ്ങളുടെ ഈ മൊഴികൾ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സഹായിച്ചു. താങ്ക് യു വെരി മച്ച്. വെൽക്കം സർ, ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, സീ യു.